സൗന്ദര്യമുള്ള ഒരാണായി ജനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു വീട്ടിലെ എല്ലാ ആൾക്കാരും അവൻ്റെ പുറകെ കൂടിയാലോ? എന്തായാലും വിനോദിൻ്റെ വിചിത്രമായ ഒരു അനുഭവം കേൾക്കാം. മാഡം, എൻ്റെ പേര് വിനോദ്. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്താണ് വിവാഹിതനായത്. കേരളത്തിൻ്റെ തെക്ക് വശത്തുള്ള ഒരു ജില്ലയിൽ നിന്നും കണ്ണൂരേക്കാണ് എൻ്റെ അമ്മയെ വിവാഹം ചെയ്തയച്ചത്. പക്ഷേ 5 വർഷമേ ആ ജീവിതം നീണ്ടു നിന്നുള്ളൂ. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു. ഞാൻ ഒറ്റ മകനാണ്. അമ്മ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് വിവാഹം കഴിച്ചില്ല. അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യവുമില്ലായിരുന്നു. അച്ഛനുമായി നല്ല സ്നേഹത്തിൽ പോന്ന ദാമ്പത്യമായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മ എന്നെയും കൊണ്ട് നാട്ടിലേക്ക് വന്നു. ഇവിടെ അമ്മയുടെ വീതമുണ്ട് 50 സെൻറ്റ്. പിന്നെ അച്ഛൻ്റെ വീതത്തിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ടാണ് ഇവിടെ വന്നത്. അതിൽ ഒരു വീട് വെച്ച് അമ്മയും ഞാനും താമസം തുടങ്ങി. അമ്മയ്ക്ക് അടുത്തൊരു കമ്പനിയിൽ ചെറിയൊരു ജോലിയുമുണ്ട്. തൊട്ടപ്പുറത്താണ് അമ്മയുടെ തറവാട്. അവിടെ താമസിക്കുന്നത് അമ്മയുടെ നേരെ ഇളയ അനിയനാണ്, അമ്മാവൻ. അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അമ്മയ്ക്ക് ഒരു അനിയത്തിയുമുണ്ട്. ആ അനിയത്തിയുടെ വീതവും തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ അടുത്തടുത്ത് 3 വീടുകൾ. എൻ്റെ ബന്ധുക്കളെല്ലാം തൊട്ടടുത്ത് തന്നെ. അവരുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. അച്ഛനില്ലാത്തത് കൊണ്ട് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അവർക്കെല്ലാം. അവരുടെ ഗൈഡൻസ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പണത്തിൻ്റെയൊന്നും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. കുഞ്ഞമ്മയോ അല്ലെങ്കിൽ അമ്മാവനോ ഒക്കെ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നന്നായി അവരുടെ സംരക്ഷണയിൽ വളർന്നു വന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് വളർന്നു വന്നപ്പോൾ ധാരാളം മാറ്റങ്ങളുണ്ടായി. എൻ്റെ അച്ഛൻ അതീവ സുന്ദരനായ ഒരാളായിരുന്നു. അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സൗന്ദര്യത്തോട് വലിയ ആരാധനയായിരുന്നു. അച്ഛൻ്റെ പഴയ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. അത്രയ്ക്ക് സൗന്ദര്യമാണ്. എൻ്റെ ബന്ധുക്കളും അത് തന്നെ പറയും. പിന്നിടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അനിയനും മറ്റും കാണാനൊക്കെ വരും. അവരൊക്കെ ഭയങ്കര സൗന്ദര്യമുള്ള ആളുകളാണ്. അതേപോലെ തന്നെ എനിക്കും ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് അമ്മ പറയുമായിരുന്നു. എന്നോട് സ്കൂളിൽ പോകുമ്പോഴേ അമ്മ പറയും, പല പെൺകുട്ടികളും നിൻ്റെ സൗന്ദര്യം കണ്ട് നിൻ്റെ അടുത്ത് വരും. അതൊക്കെ വലിയ പാരയായിട്ട് മാറും. അതുകൊണ്ട് പ്രേമിക്കാനൊന്നും പോകരുത്. ഇപ്പോഴത്തെ കാലമാണ്, പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വളർത്തിയത്. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിട്ട് തോന്നിയതുമില്ല. സൗന്ദര്യം എന്ന് പറയുമ്പോഴേക്കും അത് തിരിച്ചറിയാനുള്ള പ്രായം അന്നില്ലായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വളരെയധികം ആളുകൾ എന്നോട് അട്രാക്റ്റഡായി വരും. ഒത്തിരി പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു. ഞാൻ ഒരു കണക്കിന് അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചു തുടങ്ങിയത്. ഒത്തിരി പേർ വന്ന് നമ്മളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആകെ കൂടി ഒന്ന് ഹാരളകുമല്ലോ. അതിൻ്റെ സുഖവും രസവും ഒക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. സൗന്ദര്യമുള്ളവർക്ക് എപ്പോഴും എവിടെ ഒരു മുൻതൂക്കമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റായിട്ടാണ് എന്നെ വളർത്തിയത്. പിന്നെ എൻ്റെ കുഞ്ഞമ്മയും അമ്മായിയാണ് എനിക്ക് ഏറ്റവും അടുത്ത ആളുകൾ. അവരോട് എന്ത് വേണമെങ്കിലും പറയാം. ചെറിയ പ്രായം തൊട്ടേ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തില്ല. വലിയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നോച്ച് തന്നെ പറയും. നാട്ടിലെ ഗോസിപ്പും പരദൂഷണവും അവരുടെ മനസ്സിലെ ആശകളും മോഹങ്ങളും പഴയകാല പ്രണയ കഥകളും അയൽത്തുകാരുടെ ഓരോരോ കഥകളും ഒക്കെ എൻ്റെ കൂടെ തന്നെ ഇരുന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മണിമുണി പോലെ ഉത്തരം പറയും. എനിക്ക് 10ാം ക്ലാസ് വെച്ച സംശയമായിരുന്നു, എന്താണ് ഈ പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നത്? ഈ ഡേറ്റ് വരുമ്പോൾ സ്ത്രീകൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കുഞ്ഞമ്മയും അമ്മായിയാണ്. അവർ വിശദമായിട്ട് പറഞ്ഞു തരും. ഇത്ര കാര്യമേ ഉള്ളൂ, ഇതാണ് നോർമലാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടി. എനിക്കപ്പോൾ എന്ത് രഹസ്യങ്ങൾ വേണമെങ്കിലും അവരോട് പോയി പറയാം. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രേമങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് രണ്ടുപേരോടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, ജിമ്മിലേക്ക് പോയി ശരീരം കൊണ്ടൊന്ന് പുഷ്ടിപ്പെടുത്തൂ. അമ്മായിയാണ് എന്നെ കൂടുതൽ നിർബന്ധിച്ചത്. കാര്യം എൻ്റെ അമ്മാവിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ആൽബം എടുക്കുന്നു. അതിൽ നല്ലൊരു പയ്യനെ വേണമെന്ന് അമ്മായിയോട് പറഞ്ഞത്രേ. അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജിമ്മിലൊക്കെ പോയത്. എന്തായാലും എനിക്ക് ചെറിയ രീതിയിൽ ഒരു ആൽബത്തിൽ അഭിനയിക്കാനും പറ്റി. നാട്ടിലൊക്കെ എല്ലാവരും എന്നോട് കുറച്ച് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന അവസ്ഥയിലെത്തി. ആ മോനെ, റീൽസൊക്കെ കാണാറുണ്ട്, നിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു എന്നൊക്കെ പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2-3 അവസരങ്ങൾ വേറെയും കിട്ടി. അങ്ങനെ കൊച്ചൊരു സെലിബ്രിറ്റിയായിട്ട് ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. എന്തായാലും എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ വീടിനടുത്ത് തന്നെ നല്ലൊരു ജോലിയും കിട്ടി.
അങ്ങനെ ബാങ്കിങ് മേഖലയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒത്തിരി സ്ത്രീകൾ എൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിലും അമ്മ പറഞ്ഞത് എനിക്കെപ്പോഴും ഒരു പ്രശ്നമായിരുന്നു, പ്രേമിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ പ്രേമത്തിലൊന്നും ഞാൻ വീണില്ല. എല്ലാവരോടും അവിടെയും ഇവിടെയും തൊടാതെ ഞാൻ സംസാരിക്കും. കുഞ്ഞമ്മയും അമ്മായിയും എന്നോട് എപ്പോഴും പറയും, എടാ നീ നിൻ്റെ അമ്മ പറയുന്നതൊന്നും കേൾക്കരുത്, ഇപ്പോഴാണ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, ആ സമയത്ത് മാക്സിമം അടിച്ചു പൊളിക്കണമെന്ന്. എന്നാലും ഒരു ഉൾഭയം എനിക്കുണ്ടായിരുന്നു. ചില സമയത്ത് കുഞ്ഞമ്മ പറയും ഇവനൊരു മണ്ടനാണെന്നും. 2 വർഷത്തിന് മുമ്പാണ് അവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. അതായത് കുഞ്ഞമ്മയുടെ വീട്ടിലാണ്. എൻ്റെ കുഞ്ഞമ്മ നല്ലൊരു സുന്ദരിയാണ്. 2 മക്കളുണ്ട്. 2 മക്കളും ഈ സമയത്ത് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. ഒരു കോഴ്സിൽ തന്നെയാണ് 2 പേരും പഠിക്കുന്നത്. 2 പേരും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കുഞ്ഞമ്മയുടെ ഹസ്ബൻഡിനും എന്നോട് വലിയ കാര്യമാണ്. പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ 2 വർഷത്തിന് മുമ്പാണ് കുഞ്ഞമ്മ ഒരു കാര്യം അറിയുന്നത്. പുള്ളിക്ക് മറ്റെന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് എല്ലാം മൊബൈൽ വഴി കണ്ടുപിടിച്ചു. കാണാനത്ര ഭംഗിയൊന്നുമില്ലാത്ത ഒരാളാണ് പുള്ളിക്കാരൻ. ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് വെച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താണ്. ഇത്രയും നാളും ദാമ്പത്യം നന്നായി പോവുകയാണ്. അപ്പോഴാണ് വാട്സാപ്പ് വഴിയുള്ള പല ബന്ധങ്ങളും കുഞ്ഞമ്മ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഒത്തിരി കാലമായി തുടങ്ങിയിട്ട്, അതുമാത്രമല്ല ഇഷ്ടം പോലെ പണം പല സ്ത്രീകൾക്കുമായി അദ്ദേഹം കൊടുക്കുന്നുണ്ടെന്നും കണ്ടുപിടിച്ചു. അതോടുകൂടി കുഞ്ഞമ്മയുടെ തനി നിറം പുറത്തു വന്നു. ഇനി ഈ ബന്ധം വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പൊക്കോളം പറഞ്ഞിട്ട് കുഞ്ഞമ്മ ആ വീട്ടിൽ നിന്ന് ഭർത്താവിനെ ഇറക്കി വിട്ടു. അങ്ങനെയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ എതിർപ്പൊന്നും പറയാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ പ്രശ്നത്തിൽ എൻ്റെ അമ്മ അധികമൊന്നും സമാധാനിപ്പിക്കാൻ പോയില്ല. കാര്യം ചേച്ചി അനിയത്തിയും തമ്മിൽ അത്ര ടൈംസ് അല്ല. എൻ്റെ അമ്മ ആവശ്യമില്ലാത്ത ഓരോ ന്യായീകരണങ്ങളൊക്കെ പറയും. പുരുഷന്മാരെ ഇങ്ങനെ അവഗണിക്കരുത് എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആകെക്കൂടി ഒരു ആശ്വാസം ഞാനും അമ്മായിയുമാണ്. അമ്മായിയാണ് കൂടുതൽ സ്വാതന്ത്ര്യപ്പിക്കുന്നത്. പോട്ടനാത്തൂനെ എന്ന് പറഞ്ഞ് പല കഥകളും ഉദാഹരണങ്ങളും പറഞ്ഞ് അമ്മായി കുഞ്ഞമ്മയെ ആശ്വസിപ്പിക്കും. അവർ തമ്മിൽ ഫ്രണ്ട്സിനെ പോലെയാണല്ലോ. എന്നിട്ടും കുഞ്ഞമ്മയ്ക്ക് സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ വിളിച്ച് വഴക്കുണ്ടാക്കും. എന്തായാലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മയ്ക്ക് ശരിക്കും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ എന്നോട് അമ്മായി പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യ്, നീ വൈകുന്നേരങ്ങളിൽ വന്ന് കുറച്ച് ദിവസം ഇവിടെ കിടക്കൂ, കുഞ്ഞമ്മയ്ക്ക് ഒരു സഹായമാകട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ കിടക്കും. അമ്മായും പിള്ളേരും ഞങ്ങളും എല്ലാം കൂടെ ഏകദേശം 11 മണി വരെ സംസാരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് പോവുക. പിന്നെ ഞാനും കുഞ്ഞമ്മയും മാത്രം. ഇങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മയുടെ സ്വഭാവം കുറച്ചൊക്കെ ഇന്ന് മാറി. പഴയ ഉത്സാഹമൊക്കെ വന്നു. ഭർത്താവിനെ എഴുതിത്തള്ളും, ഡൈവേഴ്സ് വേണം എന്നുള്ള അവസ്ഥയിലുമായി. മക്കൾ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ കയ്യിൽ തന്നെയാണല്ലോ കുറ്റം. അതുകൊണ്ട് അവർ കുഞ്ഞമ്മയോട് ഒട്ടി നിന്നു. ഒരു ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ ഫോൺ വിളിച്ച് കുഞ്ഞമ്മ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ മുടിഞ്ഞാടി. ഞാൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞമ്മ വെറുതെ വിളിക്കേണ്ട കാര്യമില്ല, പുള്ളി എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും പുള്ളി മാസം ഒരു തുക കുഞ്ഞമ്മയുടെ പേരിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. എന്നാലും അടിയുണ്ടാക്കിയില്ലെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് എനിക്ക് പൊറുതിയില്ല. അതാണ് അവരുടെ സ്വഭാവം. അന്നിത്തിരി ഇൻറ്റൻസിറ്റി കൂടിയ വഴക്കായിരുന്നു. ഞാൻ സാന്ത്വനിപ്പിക്കാൻ ചെന്നു. കുഞ്ഞമ്മ വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് എല്ലാ ദിവസവും വഴക്കിടുന്നത്? കുഞ്ഞമ്മയുടെ മനസ്സല്ലേ പിന്നെയും പിന്നെയും വ്രണപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. എന്ത് ചെയ്യാനാ മോനെ, നിനക്ക് അറിയില്ല, നീ കല്യാണം കഴിച്ചിട്ടില്ല. കാര്യം നിനക്ക് ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ഒന്നും അറിയില്ല. എൻ്റെ ഭർത്താവ് കാണാനൊന്നും കൊള്ളില്ലെങ്കിലും അങ്ങനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അതുമാത്രമല്ല ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇതിനേക്കാൾ നല്ല സുന്ദരനായ ഒരാളെ കിട്ടുമെന്നും. സത്യം പറഞ്ഞാൽ നിൻ്റെയൊക്കെ സൗന്ദര്യമുള്ള ഒരാളെയാണ് ചെറുപ്പകാലത്ത് ഞാൻ മോഹിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയതോ ഈ കാട്ടുമാക്കാനെ. എന്നിട്ട് അയാളെന്നെ ഇട്ടിട്ട് ചെറുപ്പക്കാരികളുടെ കൂടെ കഴിയുന്നു. ഞാനിതെങ്ങനെ സഹിക്കും? എന്നെ അവഗണിക്കുകയല്ലേ, എൻ്റെ സൗന്ദര്യത്തെ അവഗണിക്കുമല്ലേ? പക്ഷേ കുഞ്ഞമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. പ്രശ്നമില്ലായിരുന്നടാ, അയാൾ അഭിനയിക്കുകയായിരുന്നു. എന്നോട് അയാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിക്കണമായിരുന്നു അങ്ങേർക്ക് വേറെ ബന്ധമുണ്ടെന്ന്. പലയിടത്തും കുഴി തോണ്ടിയിട്ട് ഇവിടെയും വന്ന് അയാൾ കുഴി തോണ്ടുകയായിരുന്നു. ഇല്ല, ഇത് ഞാൻ സഹിക്കില്ല. ഞാൻ ചോദിച്ചു, അയാൾ എല്ലാം ഉപേക്ഷിച്ച് വരികയാണ്. ആ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം മുഴുവനും ഉപേക്ഷിച്ച് കുഞ്ഞമ്മയെ തന്നെ ഓർത്ത് ഇങ്ങി വന്നു കഴിഞ്ഞാൽ കുഞ്ഞമ്മ സ്വീകരിക്കുമോ? അപ്പോൾ കുഞ്ഞു പറഞ്ഞു, ഇല്ല, കണ്ട കാര്യങ്ങളിലൊന്നും കുളിച്ചവനെ ഇനി ഞാൻ എൻ്റെ ആറ്റിൽ കുളിപ്പിക്കില്ല. അപ്പോൾ കുഞ്ഞമ്മ വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അങ്ങനെ വന്നിട്ടും ഇനി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെന്താ?
പോയവന് പോയിക്കോട്ടെ, അങ്ങയുടെ ഇഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ, അതാണ് നല്ലത്. കുഞ്ഞമ്മയ്ക്ക് പണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എടാ, എന്നാലും ഒരാണിന് പകരം ആണ് തന്നെ വേണ്ടേ? എൻ്റെ ഇണയും തുണയുമാണ് നഷ്ടപ്പെട്ടത്. എങ്കിൽ ഞാൻ പോയി പുള്ളിയുടെ കാല് പിടിച്ച് പറയാം, കുഞ്ഞമ്മയ്ക്ക് ഇണയും തുണയും വേണം, അതുകൊണ്ട് ഇങ്ങി വരാമെന്ന്. അത് പറ്റില്ല, എനിക്കങ്ങനെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ അവിടെയല്ല ഇവിടെയല്ല അക്കരെയല്ല ഇക്കരയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇങ്ങനെ ആവശ്യമില്ലാത്ത ബുദ്ധിമോശങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എന്നോട് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ആരുമില്ല, നിനക്ക് പോലും എൻ്റെ മനസ്സ് അറിയില്ല. കുഞ്ഞമ്മയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു പോയില്ലേ, അതും വേറൊരിടത്ത് സന്തോഷമായി കഴിയുന്നു. കുഞ്ഞമ്മയ്ക്ക് നല്ല അസൂയുണ്ട്, മിസ്സിങ്ങും അസൂയയും മാത്രമല്ലടാ, എൻ്റെ ജീവിതം ശരിക്കും താറുമാറായി. അത് ശരിയാണ്. ഇനിയിപ്പോൾ 2 വഴികളുണ്ട്. ഒന്നുകിൽ കുഞ്ഞമ്മ അങ്ങനെ ഡൈവേഴ്സ് ചെയ്യുക, വേറെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കുഞ്ഞമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബാലൻസ് ആകും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എനിക്കിട്ടൊരു കുത്ത് തന്നു. എടാ, നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ ഭർത്താവ് വരാതെ എനിക്ക് പൊറുതിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൺ വരാതെ എനിക്ക് ഉറക്കം വരില്ല എന്നല്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാ കുഞ്ഞമ്മ തുള്ളുന്നത്? ഇതല്ലേ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? മൂക്ക് പിടിച്ച് വളഞ്ഞു വന്നാലും ഈ സംഭവം തന്നെ. ഇത് ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ആഗ്രഹം നടക്കുന്നില്ല, ഇതല്ലേ യഥാർത്ഥ പ്രശ്നം. എനിക്കങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ പുതിയ കല്യാണം കഴിക്കാൻ പറ്റുമോ? എൻ്റെ മക്കൾ വളർന്നു വലുതായതല്ലേ, അവരെന്ത് വിചാരിക്കും? അച്ഛനെപ്പോലെ തന്നെയാണ് ഞാനെന്ന് വിചാരിക്കില്ലേ? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് വേണ്ട, എനിക്ക് വേറെ കല്യാണമൊന്നും വേണ്ട. പിന്നെ കുഞ്ഞമ്മ എന്തായി പറയുന്നത്? ശരി, അടുത്ത വഴി, കുഞ്ഞമ്മയ്ക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, ഞാനിവിടെ മാറി നിൽക്കാം, അല്ലെങ്കിൽ ഞാനത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരോടും പറയില്ല, മക്കളോടും പറയില്ല, നാട്ടുകാരോടും പറയില്ല. കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാം. ഭർത്താവിനോട് ഒരു പ്രതികാരം ചെയ്തതുപോലെയാകും. നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചത്, പിന്നെ എങ്ങനെ വിചാരിക്കണം? ഇതിപ്പം കരയ്ക്കൂടെ പറ്റില്ല, വെള്ളത്തിൽ കൂടെ പറ്റില്ല എന്നുള്ള രീതിയായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞാലും അത് റിസ്ക്കാ മോനെ, പ്രശ്നമാകും. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തടുത്ത് ബന്ധുക്കളാണ്, പ്രത്യേകിച്ച് നിൻ്റെ അമ്മ. ചേച്ചി പറഞ്ഞത് എൻ്റെ കുറ്റം കൊണ്ടാണ് എൻ്റെ ഭർത്താവ് പോയതാണ്. ഞാൻ എന്ത് ചെയ്തു? അങ്ങേരോട് പൂർണ്ണമായും സഹകരിച്ചിട്ടേ ഉള്ളൂ. കാണാൻ അത്ര മിടുക്കനല്ലാഞ്ഞിട്ടും എന്നിട്ടും അയാൾ എന്നെ വഞ്ചിച്ചു. നിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഭർത്താക്കന്മാരെന്ന് പറയുമ്പോഴേക്കും പെണ്ണുങ്ങൾ അടിമകളായി കഴിയണം, ഇതാണ് ഇഷ്ടം. കുഞ്ഞമ്മേ, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, നമ്മൾ 2 പേരും മാത്രമുള്ള ഡീലിംഗ് ആയിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ, അങ്ങനെയാണെങ്കിൽ എന്തിനു ഞാൻ പുറത്തുനിന്ന് ആളിനെ നോക്കുന്നത്? നമ്മൾ 2 പേരും തമ്മിലുള്ള ഡീലിങ്സ് ആണെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യരുതോ? ഞാനത് കേട്ട് ഞെട്ടി. കുഞ്ഞമ്മ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ പറഞ്ഞു, എന്തിനി പറയാനാണ്, എന്തായാലും നിനക്ക് സൗന്ദര്യമുണ്ടെങ്കിലും ഇത്രയും നാളായിട്ടും ഒരു കാര്യങ്ങളിലും ഒരു അനുഭവ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേടാ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. എങ്കിൽ പിന്നെ എന്തിനാ മോനെ മടിച്ചു നിൽക്കുന്നത്? നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനല്ലേ, ഞാൻ എന്തിനാണ് പുറകോട്ട് നിൽക്കുന്നത്? എൻ്റെ ഹൃദയവും മനസ്സും ശരിക്കും വെന്തുരുകയാണ്. ഇതൊന്നും ശരിയാകില്ല, പ്രശ്നമാകും. ഇത് ശരിയാകുന്ന കാര്യമേ അല്ല. ശരിയാകുവടാ, മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിൽ ഒത്തൊരുമയുണ്ടെങ്കിൽ എല്ലാം ശരിയാകും. ദേ നോക്കിക്കേ, ഞാൻ ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ നിനക്ക് നല്ല കംഫർട്ടബിൾ അല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞമ്മയുടെ കൈകൾ ഏതോ സ്ഥാനം തേടിപ്പോയി. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ കുഞ്ഞമ്മ ബലമായി എന്നെ പിടിച്ചവിടെ ഇരുത്തി. എല്ലാം ശരിയാകും. സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിൻ്റെ കുഞ്ഞമ്മയ്ക്ക് വളരെ അത്യാവശ്യമുണ്ട്. ആ സമയത്ത് കുഞ്ഞമ്മയുടെ കൂടെ നിന്ന് പരിപാലിക്കേണ്ടത് ആരാണ്? അങ്ങനെയൊരു എമർജൻസി സിറ്റുവേഷനാണെന്ന് നീ കരുതിയാലും മതി എന്ന് പറഞ്ഞു. വേണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കുഞ്ഞമ്മ എന്നോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൈകൾ പോകുന്നിടത്തേക്ക് നിൻ്റെ തടസ്സങ്ങൾ ഒന്നും വരരുത്. കുഞ്ഞമ്മ ഒന്ന് നോക്കട്ടെ. ചെറുപ്പത്തിൽ നിന്നെ നന്നായി ഞാൻ പരിപാലിച്ചിട്ടുള്ളതാണ്. ഞാനറിയാത്ത എന്താണ് നിനക്കുള്ളതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. മാറ്റങ്ങൾ എത്രയുണ്ടെന്ന് കുഞ്ഞമ്മയ്ക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞമ്മ സമ്മതിച്ചില്ല. അരിച്ചെത്തിയ കൈകൾ കൊണ്ട് അവർ ഉയർത്തെഴുന്നേൽപ്പുകൾ എന്നിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അവിടെയും ഇവിടെയും അല്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ ലക്ഷ്യബോധത്തിൽ കുത്തനെ നിർത്തിയത് എൻ്റെ കുഞ്ഞമ്മയാണ്.
കുഞ്ഞമ്മേനോട് പറഞ്ഞു, ഇതിൽ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നേരം എന്ന് വിചാരിച്ചാൽ മതി. അതിൽ നീ കൂടുതൽ സദാചാരവും ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും കലർത്തരുതേ കുട്ട എന്ന് പറഞ്ഞു. എനിക്കും പിന്നെ അതിനെക്കുറിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. മോനെ, അതിവേഗത്തിൽ കുഞ്ഞമ്മയെ നീ മലമുകളിലെത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആവും വിധം ആദ്യത്തെ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാനും വളരെ ഉത്സാഹമുള്ളവനായി പ്രവർത്തിച്ചു. മലമുകളിൽ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒത്തിരി പ്രയത്നം അവിടെ ചിലവഴിച്ചു. കുഞ്ഞമ്മ എന്നെ അഭിനന്ദിച്ചു. ഇന്നത്തെ ദിവസം കുറ്റബോധത്തിൻ്റെതാകും. നാളെ തൊട്ട് തെളിഞ്ഞ നീലാകാശത്തിൽ നമുക്ക് അരയന്നങ്ങളെപ്പോലെ പാറി പറന്ന് നടക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറ്റബോധവുമില്ല, ഒന്നുമില്ല. ആഴ്ചയിൽ 4 ദിവസം സ്വാതന്ത്ര്യപ്പിക്കാൻ വന്ന ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കുഞ്ഞമ്മയുടെ വീട്ടിലേക്കായി. എൻ്റെ അമ്മേനോട് ചോദിച്ചു, എല്ലാ ദിവസവും നീ എന്തിനാടാ പോകുന്നത്? അവളുടെ ദുഃഖങ്ങളൊക്കെ മാറി കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മയ്ക്ക് ഇപ്പോഴും ഡിപ്രഷനാണെന്ന്. ഡിപ്രഷൻ അവളുടെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ കുറ്റം പറഞ്ഞു. എങ്കിലും അടുത്തടുത്ത വീടുകളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആരും സംശയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നല്ലോ. പിന്നെ അമ്മായി വന്നിരിക്കുമ്പോഴേക്കും ഞങ്ങൾ വളരെ നോർമലായി പെരുമാറും. അതുകൊണ്ട് അമ്മായിക്കും ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമതിയായിരുന്നു അമ്മായി. ഒരു ദിവസം 10 മണിയായപ്പോൾ അമ്മായി കുട്ടികളും എല്ലാം കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ചില ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കും. പക്ഷെ അന്ന് അമ്മായിക്ക് കുട്ടികൾക്ക് വേണ്ട കാര്യം, അവർ വേറെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ചീത്തയായി പോകും, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, എടാ എനിക്കാണെങ്കിൽ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം, എന്നാൽ നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ അടുക്കളയിൽ പോയി മാവ് കുഴയ്ക്കാൻ തുടങ്ങി. മാവ് കുഴച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എന്നോട്, ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയാ, കൂടുമോ കുറയുമോ? എന്ത് കൂടുമോ കുറയുമോ എന്ന് അല്ല, നിനക്ക് രാത്രി ചപ്പാത്തി കഴിക്കുന്നത് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ചപ്പാത്തി ഇഷ്ടമാണ്, അപ്പം ഇഷ്ടമാണെന്ന്. അപ്പം ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പോടാ കൊച്ചു കള്ള എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായികളായി അവിടെ പാചകം ചെയ്യാൻ തുടങ്ങി. കുഞ്ഞമ്മേ ഞാൻ തന്നെയുള്ളൂ. ആ സാന്ദ്രത്തിൽ ഞങ്ങൾ 2 പേരും ഓരോ കാര്യങ്ങൾ പറയുകയാണ്. നിനക്ക് ഇപ്പോൾ കുറ്റബോധമൊക്കെ മാറിയോടാ? ആ, ഇനിയിപ്പോൾ മാറിയില്ലെന്താ, മാറിയില്ലെങ്കിൽ എന്താ, നടന്നത് നടന്നു. അപ്പോൾ കുഞ്ഞമ്മേനോട് പറഞ്ഞു, നിന്നെ ഇനി ഞാൻ കല്യാണം കഴിപ്പിക്കില്ല, കാര്യം എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ജോലിയൊക്കെ ആയതാണ്, മിക്കവാറും എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാകും. അമ്മയെ എതിർക്കാൻ എനിക്കോ കുഞ്ഞമ്മയ്ക്കോ കഴിയില്ല. അതാടാ, ചേച്ചിയുടെ വായിൽ കയറി ഇറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. നീ ഇപ്പോഴും കല്യാണം കഴിക്കണ്ട കേട്ടോടാ. കല്യാണം കഴിച്ചാലുണ്ടല്ലോ ഞാൻ പള്ളിമണി അടിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കുത്തി. ഞാനാണെങ്കിൽ പറഞ്ഞ് വെറുതെ ഇരിക്കാൻ ആവശ്യമുള്ളതാണ്, പിന്നെ മതി. ആഹാ, അങ്ങനെ നീ പിന്നെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലടാ. പള്ളിമണികൾ എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നെന്ന് വെറുതെ ഓരോ കുസൃതികൾ കാണിക്കാൻ തുടങ്ങി. ഞാനും തിരിച്ച് വെറുതെ ഇരുന്നില്ല. പോപ്പോയ്ക്ക് ഞാനും എടുക്കാനാണല്ലോ, ഒരു രസം അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല, പിന്നെയാണല്ല. എങ്കിലും ഇടയ്ക്ക് ഒരിടവേളയിലെ എൻ്റർടൈൻമെൻറ്റ് എന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. അപ്പോഴുണ്ട് അടുക്കളയുടെ തുറന്നു കിടക്കുന്ന ജനൽപ്പാളിയുടെ അവിടെ നിന്ന് എന്നെ നോക്കി ഒരു കണ്ണുകൾ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. വല്ല കള്ളന്മാർ വരിക്കുന്നത് ഞെട്ടി ഞാൻ പിന്മാറി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ ചോദിച്ചു, എന്താടാന്ന്? ഞാൻ പറഞ്ഞ അവിടെ ആരോ ഉണ്ടെന്ന്. അപ്പോഴേക്കും പുറത്തുനിന്ന് അമ്മായി പറയുകയാണ്, ആരോ അല്ല, ഞാൻ തന്നെയാണ്. എനിക്കും എന്തൊക്കെയോ ഡൗട്ടുകളുണ്ടായിരുന്നു. ഇന്നാണത് തീർന്നു കിട്ടിയത്. 2 പേരും കൂടെ ഇവിടെ ചപ്പാത്തിയും അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. കാര്യങ്ങളുടെ കിടപ്പോശം എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനെ എന്നും വിളിച്ച് വഴക്കുണ്ടാക്കി കണ്ണീരും കൈയുമായി നിന്നവൾ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നിർത്തിയിട്ട് ആഹ്ലാദവതിയായി പോയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഡൗട്ട് പുറത്തുനിന്ന് എന്തോ ഒരു കണക്ഷൻ ഇങ്ങോട്ടുണ്ടെന്നാണ്. പക്ഷേ അതല്ലെന്ന് എനിക്ക് പിന്നെയും മനസ്സ് പറഞ്ഞു. എന്തായാലും കൈയോടുകൂടി ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഓക്കെ. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇനിയും എൻ്റെ മുന്നിൽ നാടകം നടത്തിയേനെയും. നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയല്ലായിരുന്നു. നമ്മൾ 3 പേരും കൂടി ഇരുന്നാണ് ഹൃദയ രഹസ്യങ്ങളെല്ലാം പറഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പോലും നിങ്ങളോട് 2 പേരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളിത് മറച്ചു വെച്ചല്ലോ എന്ന് പറഞ്ഞ് അമ്മായി അടുക്കള കതകിൻ്റെ അവിടേക്ക് വന്നു. കുഞ്ഞുമ്മ പോയി കതക് തുറന്നു.
എന്നിട്ട് ക്ഷമാപണം നടത്തി. അറിയാതെ പറ്റിപ്പോയതാണ്. ഇവനാണ് എന്നോട് പറഞ്ഞത് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം സ്വീകരിക്കാൻ. ഞാനപ്പോൾ അവനോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്ക് ദേഷ്യം വന്നു. ദുർബല നിമിഷത്തിൽ നിങ്ങളിത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഒച്ച ഉയർത്തി നാട്ടുകാരറിയും എന്നുള്ള രീതിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടപെട്ടു. ഇനി മിണ്ടരുത്, പ്രശ്നമാണ് നമ്മൾക്കിടയിൽ. ഇനിയിപ്പോൾ രഹസ്യങ്ങളൊന്നുമില്ല. ഇത് അമ്മായി ക്ഷമിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മായി എടുത്തടിച്ച പോലെ പറഞ്ഞു അങ്ങനെ ഒരാൾ മാത്രം ഈസിയായി തെങ്ങിൽ കയറി മാങ്ങ പറിക്കണ്ട. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഞാനും കോന്തനായ നിന്റെ അമ്മാവിനെ നോക്കിക്കൊണ്ട് പലതും സഹിച്ചു കഴിയുന്നൊരു സ്ത്രീയാണ്. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? അപ്പോഴേക്ക് കുഞ്ഞും പറഞ്ഞു എടി നീ ബഹളം ഉണ്ടാക്കാതിരിക്കുക, നിന്റെ കാര്യത്തിലും പരിഹാരമുണ്ടാക്കും. നമ്മുടെ പയ്യൻ നമ്മളുടെ സ്വന്തമല്ലേ, അതിന് നീ ഇത്രയ്ക്ക് ബഹളമുണ്ടാക്കി CID പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു ഇതൊന്നും സാരമില്ല, നീ കൊച്ചിലെ തൊട്ട് ഞങ്ങളുടെ കൂടെയല്ലേ ജീവിച്ചത്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ നിനക്കേ പറ്റുകയുള്ളൂ, നിന്നെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്കേ പറ്റുകയുള്ളൂ. ഏറ്റവും കൂടുതൽ അടുപ്പം നമ്മളെല്ലാവരും തമ്മിലല്ലേ, ഇനിയിപ്പം മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല. നിന്റെ അമ്മാവൻ 1.5 വർഷം കൂടിയിരിക്കുമ്പോഴൊക്കെയാണ് വരുന്നത്, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അവസാനം ഞാൻ ധർമ്മസങ്കടത്തിലായി. അപ്പോൾ കുഞ്ഞമ്മേനെ പ്രോത്സാഹിപ്പിച്ചു. മോനെ നിനക്ക് നിന്റെ വിലയറിയില്ല, ആനയുടെ മഹത്വം ആനയ്ക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. എത്രയോ സ്ത്രീകൾ നിന്നെ മോഹിക്കുന്നുണ്ടാകും. ആ സമയത്ത് നീ ഇനാക്റ്റീവായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇത്തിരി പ്രായമുള്ള സ്ത്രീകളാണെങ്കിലും ഇവിടെ നിനക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങൂ, നിന്റെ ജീവിതം ഇനി പൊലിക്കും മോനെ, പൊലിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വടംവലി പോലെ ആകുമ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ ഒരു തവണയെങ്കിലും പോയി പോകില്ലേ? എല്ലാറ്റിനും ചെരിപ്പെട്ടു വരുന്ന ഒരു മനസ്സ് എനിക്കുണ്ടായി. പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. വ്യത്യസ്തത അറിയുക എന്നുള്ളത് ജീവിതത്തിൽ എപ്പോഴും നടക്കേണ്ട കാര്യമാണെന്ന് മാടപടയ്ക്ക് പറയാറില്ലേ, അല്ലെങ്കിൽ കഥകളി വായിക്കാറില്ലേ? അത് കറക്റ്റാണ്. ഒരു മനുഷ്യരെ പോലെയല്ല വേറൊരാൾ. ഓരോ മനുഷ്യരും നമ്മൾ തമ്മിലുള്ള വേവ് ലെങ്തുകൾ വ്യത്യസ്തവും മനോഹരവുമാണ്. ഇടത്തും വലതുമായി അടിച്ചു പൊളിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ നല്ലൊരാലോചന കൊണ്ടുവന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും പറ്റിയില്ല. എനിക്കും ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കേണ്ടി വരും. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടന്നത്. ഞാനും വൈഫും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. വിവാഹം കഴിച്ചത് കൊണ്ട് ഇനി രണ്ട് വശത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഇവർ രണ്ടുപേരും അടങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പഴയതുപോലെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി പറ്റില്ല, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന്. പക്ഷേ രണ്ടുപേരും അതിന് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ നീ വലിയ ഭാവന എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങൾ പൊട്ടിക്കും. മുന്നും പിന്നും നോക്കില്ല. ബാലൻസ്ഡായി മൂന്നും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇനി ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ സ്നേഹം കൊണ്ടും നിർബന്ധം കൊണ്ടും വീർപ്പ് മുട്ടിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ല. ഇതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും എനിക്കറിയില്ല. മാഡം ഞാനിപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. ഈ പറഞ്ഞതുപോലെ ഞാൻ റോമിയോ ആണെന്നോ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അവർ പറഞ്ഞത് ഒരു നല്ല പുരുഷന് എന്തും പറ്റും, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മാഡം? നിങ്ങളെ പറഞ്ഞ കഥയിൽ എനിക്ക് ഒരു തരിമ്പ് പോലും യോജിപ്പില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ കുഞ്ഞമ്മ അത് യാദൃശ്യമായി സംഭവിച്ചു. ഉടനെ കുഞ്ഞമ്മ പറഞ്ഞു അമ്മായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായി ദേ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് വിളമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നിർബന്ധിച്ചപ്പോൾ ആ കാര്യം ഒത്തു. ഇതിനിടയ്ക്ക് തന്നെ ഇങ്ങനെ രണ്ട് സ്ട്രോങ് ബന്ധമുള്ളപ്പോഴേക്കും അതാ നിങ്ങളുടെ അമ്മ പറഞ്ഞപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു. അവിടെ നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകൃതിയാണ് നിങ്ങളുടേത്. അവിടെയും പറ്റും ഇവിടെയും പറ്റും, അങ്ങോട്ടും പറ്റും ഇങ്ങോട്ടും പറ്റും എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എണ്ണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇത്ര അടുപ്പമുള്ളവർ നമ്മുടെ കുടുംബത്തിലോ തൊട്ടടുത്തോ താമസിക്കുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റുകയില്ല. അത് അവസരം കിട്ടിക്കഴിയുമ്പോഴേക്കും പലപ്പോഴും മറ്റു പല കാര്യങ്ങളിലേക്കും പഴയതുപോലെ തന്നെ പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇതിൽ നിങ്ങൾ തന്നെ നിയന്ത്രണം ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സമവായം കണ്ടെത്തുകയോ ചെയ്യണം. അത് നിങ്ങളുടെ മാത്രം ബുദ്ധിയും കഴിവും എടുക്കുവാണ്. ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത്
ഇത് രണ്ടായാലും നിങ്ങൾക്ക് മിടുക്കോടുകൂടി ഏത് കാര്യമാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ചിലപ്പോൾ അവർ നിങ്ങളെ ശത്രുക്കളാകാനും നിങ്ങൾക്കെതിരെ പടപുരുതാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഓർക്കുക, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ തീവ്രത കുറയും. അപ്പം അതുകൊണ്ട് ആലോചിച്ചും കണ്ടും ഒരു ഉപായം കണ്ടെത്തി മാത്രം അവരെ മാനേജ് ചെയ്യുക. വളരെ അടുത്തിരിക്കുന്നവരാണ് നമുക്ക് എപ്പോഴും അകന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഓർത്ത് പെരുമാറുക കേട്ടോ.